ഹായ് ഡിയേഴ്സ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്ന ചോക്ലേറ്റ് ട്രഫിൾ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല സൂപ്പർ മോയിസ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. നമ്മൾ ബർത്ത്ഡേക്കൊക്കെ തയ്യാറാക്കിയെടുക്കാൻ ഏറ്റവും നല്ല കേക്കാണ് തന്നെ പറയാം. കാരണം കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ കഴിക്കാൻ ഒത്തിരി ഇഷ്ടപ്പെടുന്ന നല്ല അടിപൊളി ഫ്ലേവറാണ് ഇതിന്. പിന്നെ ഇതിനകത്ത് നമ്മൾ ഓവൻ, ബീറ്റർ, അതുപോലെ മുട്ട, ക്രീം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഉപയോഗിച്ചിട്ടില്ല. അല്ലാതെ തന്നെ എല്ലാവർക്കും സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ കഴിയുന്ന ഒരു മെത്തേഡിലാണ് ഈ ഒരു റെസിപ്പി കാണിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഞാനിപ്പോൾ കുക്കറിനകത്താണ് കേട്ടോ കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരിത്തിരി വെജിറ്റബിൾ ഓയിലോ അതല്ലെങ്കിൽ ബട്ടറോ മുഴുവനായിട്ട് താഴെ ഭാഗത്തും സൈഡിലൊക്കെ ആയിട്ടൊന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. ബേക്കിംഗ് ട്രേ ആണെങ്കിൽ ഇതുപോലെ തന്നെ അങ്ങ് ചെയ്തെടുത്താൽ മതി. മാക്സിമം ഒരു ചെറിയ പീസ് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാൻ വേണ്ടി നോക്കുക. കാരണം ഈ കേക്ക് വളരെയധികം സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. അപ്പോൾ കയ്യിലില്ലാത്തവർ ഹോം മെയ്ഡ് ബട്ടർ പേപ്പറിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കുക. അതിനകത്തൊന്ന് ചെക്ക് ചെയ്യുക. ഇനി ബാറ്റർ തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് 1 കപ്പ് പൊടിച്ച പഞ്ചസാര, പൊടിച്ചതിന് ശേഷമുള്ള അളവാണ് പറയുന്നത്. 1 കപ്പ് എന്ന് പറയുന്നത് 240 ml കപ്പിന് 1 കപ്പാണ് കേട്ടോ. അതേപോലെ തന്നെ 1 കപ്പ് നമുക്ക് പാല് ചേർത്ത് കൊടുക്കാം. പാല് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് റൂം ടെമ്പറേച്ചറുള്ള പാല് തന്നെ ചേർക്കുക. ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് ഉപയോഗിക്കരുത്. ഇനി ഇതിലോട്ടേക്ക് ഫ്ലേവറിന് വേണ്ടി ഒരു ഇത്തിരി വാനില പൗഡറാണ് ഞാൻ ചേർക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരം 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ ചോക്ലേറ്റ് ഫ്ലേവർ ഉണ്ടെങ്കിൽ, ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ മാത്രം ഒരു 2-3 ഡ്രോപ്പ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലതായിരിക്കും. 1 ടേബിൾ സ്പൂൺ മുഴുവനായിട്ട് വിനെഗർ ചേർത്ത് കൊടുക്കാം. വിനാഗിരി കൂടി ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. വിസ്ക് വെച്ച് മിക്സ് ചെയ്യണമെന്നൊന്നുമില്ല. ജസ്റ്റ് സ്പൂണെങ്ങാണ്ട് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുത്താൽ മാത്രം മതി. ഈ പൊടിച്ച പഞ്ചസാരയും പാലും നല്ലതുപോലെ ഒന്ന് യോജിച്ച് വരുന്നവരെ മാത്രം ഒന്ന് യോജിപ്പിച്ചെടുത്താൽ മതി. ഒന്നങ്ങ് മിക്സ് ചെയ്തതിന് ശേഷം 1/2 കപ്പ് വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കരുത്. ഏത് വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. അപ്പോൾ 1/2 കപ്പാണ് ആഡ് ചെയ്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒന്നങ്ങ് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ കറക്റ്റ് 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിനകത്തോട്ടുള്ള ഫ്ലോർ ഒന്ന് അരിച്ചിട്ട് ഈ ബാറ്ററിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഒരു അരിപ്പ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് 1.5 കപ്പ് മൈദയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു കേക്ക് ഗോതമ്പ് പൊടി വെച്ച് ചെയ്തപ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് മൈദ തന്നെ വെച്ച് കാണിക്കുന്നത്. 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മാത്രം ഉപയോഗിച്ചാൽ മതി, ഒത്തിരി ഉപയോഗിക്കരുത്. അതിനുശേഷം 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 2 പിഞ്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് ഈ ഫ്ലോർ നല്ലതുപോലെ അരിച്ചെടുത്തിട്ട് നമ്മുടെ ബാറ്ററിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ തവി വെച്ചിട്ട് അതല്ലെങ്കിൽ വിസ്ക് വെച്ചിട്ടോ നിങ്ങൾക്ക് മിക്സ് ചെയ്യാവുന്നതാണ്. മിക്സ് ചെയ്യുന്ന സമയത്ത് ഒരേ ഡയറക്ഷനിൽ തന്നെ എപ്പോഴും മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അതുപോലെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാൻ വേണ്ടി നോക്കുക. അപ്പോൾ തവി അല്ലെങ്കിൽ വിസ്ക് ഉപയോഗിക്കുന്നതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല. ഒന്നങ്ങ് മിക്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒത്തിരി സമയം ഇളക്കി കൊടുക്കാതിരുന്നാൽ മതി. അപ്പോൾ നല്ലതുപോലെ നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം. ശരിക്കും ഒട്ടും കട്ടയില്ലാത്ത രീതിയിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഞാനിത് കണ്ടില്ലേ, നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്കിത് ഒഴിക്കുന്ന ആ ഒരു പാകം മനസ്സിലാവുന്നുണ്ട്. ഒന്ന് ഫോൾഡ് ചെയ്ത് വീഴുന്ന ഈ ഒരു രീതിയിലായിരിക്കണം നമുക്ക് കിട്ടുന്നത്. അപ്പോഴാണ് നമ്മുടെ ബാറ്റർ കറക്റ്റ് ആയെന്നുള്ളത് മനസ്സിലാവുന്നത്. അപ്പോൾ ബാറ്റർ ടൈറ്റ് ആയിട്ടാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒരു ഇത്തിരി പാല് ചേർത്തിട്ട് വേണമെങ്കിൽ കൺസിസ്റ്റൻസി റെഡിയാക്കി എടുക്കാം. ഇനി നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള ബാറ്റർ നമുക്ക് കുക്കറിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിന് മുന്നേ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് എത്ര ലിറ്ററിൻ്റെ കുക്കറിലാണ് എപ്പോഴും ബേക്ക് ചെയ്യുന്നത് കാണിക്കുന്നത്. 3 ലിറ്ററിൻ്റെ കുക്കറാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്തോട്ടേക്ക് ഞാൻ മുഴുവൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് തറയിൽ വെച്ചിട്ട് ഒന്ന് തട്ടി കൊടുത്തിട്ട് എയർ ബബിൾസ് എന്തായാലും ഒന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടി നോക്കാം. അതിനുശേഷം ഞാനിപ്പോൾ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ഒരു 5-10 മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ചൂടാക്കി എടുത്തിട്ടുള്ളതാണ്. അതിനുശേഷം കുക്കർ ഇതിനകത്തോട്ടേക്ക് ഇറക്കി വെച്ചിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 50 മിനിറ്റാണ് നമ്മൾ ബേക്ക് ചെയ്തെടുക്കേണ്ടത്. ഓവനിലാണ് ചെയ്യുന്നതെങ്കിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 40 മിനിറ്റ് ബേക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ കേക്ക് ഇവിടെ റെഡിയാകുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനകത്തോട്ടുള്ള ചോക്ലേറ്റ് ഗനാഷ് ഒന്ന് തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ നമ്മളിവിടെ ചോക്ലേറ്റ് ഗനാഷ് വെച്ചിട്ട് തന്നെയാണ് ഇതിൻ്റെ ഫില്ലിങ്ങും ചെയ്യുന്നത്. അതുപോലെ തന്നെ ലാസ്റ്റ് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 2 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഐസിങ് ഷുഗറൊന്നുമല്ല, ജസ്റ്റ് പൊടിച്ചിട്ടുള്ള 2 കപ്പ് പഞ്ചസാര. അതിലോട്ടേക്ക് നമുക്ക് 1/4 കപ്പ് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യമായിട്ടുള്ളത് പാലാണ്. പാലിൻ്റെ അളവ് എന്ന് പറയുന്നത് 120 ml പാലാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ഒരു ഇത്തിരി വാനില പൗഡർ അതല്ലെങ്കിൽ വാനില എസൻസ് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചോക്ലേറ്റ് ഫ്ലേവർ ഉണ്ടെങ്കിൽ ഒരു ഇത്തിരി ചേർത്ത് കൊടുക്കാൻ വേണ്ടി നോക്കാം, 1-2 ഡ്രോപ്പ്. അതിനുശേഷം ഇതൊക്കെ കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഹോം മെയ്ഡ് ആയിട്ടുള്ള ചോക്ലേറ്റ് ഗനാഷ് ഞാൻ ഇതിന് മുന്നേ റെസിപ്പി കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു മെത്തേഡിലല്ല ഇത് ചെയ്തെടുക്കുന്നത്. ഇത് കുറച്ചുകൂടി ഒന്ന് മാറ്റം വരുത്തിയിട്ട് അത് നമ്മൾ ആദ്യം ചൂടാക്കി എടുത്തിട്ടൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ ജസ്റ്റ് ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടൊക്കെയാണ് നമ്മൾ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക.
ഒട്ടും കട്ടയില്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി നോക്കുക. അതിനുശേഷം സോസ് പാനിലോട്ടേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ചോക്ലേറ്റ് ഗനാഷ് നമ്മൾ സാധാരണ തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് ഒരു മീഡിയം കൺസിസ്റ്റൻസി ആകുമ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ സാധാരണ ചെയ്യുന്നതിനേക്കാളും ഒരു ഇത്തിരി കൂടി കുറുക്കി എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം നമ്മൾ ഫില്ലിങ്സിന് വേണ്ടിയിട്ടും ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു ഇത്തിരി കൂടി കട്ടിയാകുന്ന രീതിയിൽ നമ്മളിത് തയ്യാറാക്കി എടുക്കാൻ നോക്കുന്നത്. അപ്പോൾ ഇതിലോട്ടേക്ക് ഒന്നങ്ങ് ചൂടായി വന്നതിന് ശേഷം ജസ്റ്റ് ആ മിക്സ് ഒന്ന് ചൂടായി വന്നതിന് ശേഷം 1 ടേബിൾ സ്പൂൺ തുടങ്ങി 1.5 ടേബിൾ സ്പൂൺ വരെ ബട്ടർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ അൺസാൾട്ടഡ് ആയിട്ടുള്ള ബട്ടറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടായി അത്യാവശ്യം ഒരു തിള വരുന്ന സമയത്ത് ഇതിനകത്തോട്ടേക്ക് കോൺഫ്ലോറിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഒരു ഇത്തിരി പാലുമായിട്ട് ചേർത്തിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അത് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കുക. നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് എന്നിട്ട് നമ്മൾ നന്നായിട്ട് തവി വെച്ചിട്ട് കണ്ടില്ലേ ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. കാരണം കോൺഫ്ലോർ ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കട്ടിയാവും. ഇനി കോൺഫ്ലോർ കയ്യിലില്ലാത്തവർക്ക് പകരം ഒരു 2 ടേബിൾ സ്പൂൺ മൈദ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. പക്ഷേ ഏറ്റവും നല്ലത് കോൺഫ്ലോർ ആഡ് ചെയ്യുന്നതാണ്. കണ്ടില്ലേ നമ്മളിപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് ഇത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഇതൊന്ന് ചൂടാറുമ്പോഴത്തേക്കും ഒന്നുകൂടി കട്ടിയാവും. കാരണം നമുക്കിത് കുറച്ച് കുറുക്കിയിട്ടാണ് വേണ്ടത്. നമ്മൾ സാധാരണ ഒഴിക്കുന്ന ഒരു പാകത്തിലല്ല ഗണേഷ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഒരു ഇത്തിരി കൂടി തിക്കായിട്ട് ചെയ്തെടുക്കുമ്പോഴാണ് നമുക്ക് ഫില്ലിങ്സ് നല്ല രീതിയിലൊന്ന് ചെയ്തെടുക്കാൻ കഴിയുക. ഇനി നന്നായിട്ടൊന്ന് ചൂടാറട്ടെ. ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് നമുക്ക് ബേക്ക് ആയോ എന്ന് ചെക്ക് ചെയ്യാം. ഇത് കറക്റ്റ് ഒരു 50 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ ഒരു 45 മിനിറ്റ് ആയപ്പോൾ ഞാൻ തുറന്ന് നോക്കിയപ്പോൾ ഒരു ഇത്തിരി വെള്ളം വീണ് പോയിട്ടുണ്ട്. അതാണ് അതിൻ്റെ സെൻറ്ററിനകത്ത് ചെറിയൊരു വെള്ളം കാണുന്നത് നിങ്ങൾക്ക്. അപ്പോൾ ജസ്റ്റ് സ്റ്റിക്ക് വെച്ചിട്ടൊന്ന് കുത്തി നോക്കാം. നല്ല ക്ലിയർ ആയി വന്നിട്ടുണ്ട്. കറക്റ്റ് 50 മിനിറ്റ് ആണ് കേട്ടോ ബേക്ക് ആവാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ചിലപ്പോൾ വേരിയേഷൻ വരാം നമ്മൾ ടെമ്പറേച്ചറിനനുസരിച്ചിട്ട്. അപ്പോൾ കേക്ക് ഒന്ന് ചൂടാറട്ടെ. അപ്പോൾ നമ്മുടെ ഗണേഷ് കണ്ടില്ലേ നല്ലതുപോലെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഒരു ഇത്തിരി കൂടി ഇതൊന്ന് തിക്കായിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് വിസ്ക് വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് കണ്ടില്ലേ ഞാൻ ഈ ചെയ്യുന്നത് പോലെ ഒരേ ഡയറക്ഷനിലിട്ടിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്യുക. ഒന്ന് ബീറ്റ് ചെയ്തെടുക്കത്തില്ലേ, നമ്മൾ ബീറ്ററൊന്നും വെച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്നുകിൽ വിസ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ടോ ഒന്നങ്ങ് ബീറ്റ് ചെയ്തിട്ട് ഇത് ഫ്രിഡ്ജിനകത്തോട്ടേക്ക് ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. കംപ്ലീറ്റ് ചൂടാറിയ ശേഷം എപ്പോഴും ഇതുപോലെ ചെയ്തെടുക്കാൻ വേണ്ടി നോക്കുക. അല്ലെങ്കിൽ നമുക്ക് കേക്ക് നല്ല രീതിയിൽ എടുക്കാൻ കഴിയില്ല. ഇത് ശരിക്കും നല്ല ബേക്കായി കിട്ടിയിട്ടുണ്ട്. അതുപോലെ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്കൊരു 3 ലെയേഴ്സൊക്കെ ഇത് വെച്ചിട്ട് കണ്ടില്ല ഈ ഒരു പാകത്തിൽ നമ്മൾ ചെയ്തെടുക്കുമ്പോൾ ഒരു 3 ലെയേഴ്സൊക്കെ ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മൾ ബട്ടർ പേപ്പർ വെച്ചതുകൊണ്ട് തന്നെ താഴെ ഭാഗമൊക്കെ നല്ല രീതിയിൽ തന്നെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഒത്തിരി വീഡിയോസിനകത്ത് ഇത് കാണിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ വീണ്ടും റിക്വസ്റ്റ് വന്നതുകൊണ്ടാണ് ഇതുകൂടി ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതിൻ്റെ ടോപ്പിൽ വരുന്ന ഈ ഒരു പോർഷൻ ഞാനൊന്ന് കത്തി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുവാണ്. ആ ഒരു പോർഷൻ നമുക്ക് ബേസിലായിട്ട് ഉപയോഗിക്കാം കേട്ടോ. നമ്മൾ മിസ് ചെയ്യുന്നൊന്നുമില്ല. ആ മുകളിലെ ഭാഗം നമ്മൾ ബേസ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തിട്ട് ഞാൻ അങ്ങോട്ടൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഉൾഭാഗം കാണുമ്പോഴൊക്കെ മനസ്സിലാവുന്നുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് നമുക്ക് നമ്മുടെ ബേസ് കേക്ക് റെഡിയായി കിട്ടിയിട്ടുള്ളത്. ഇനി ബാക്കി വരുന്നത് ഞാൻ 2 ലെയേഴ്സായിട്ട് നമുക്ക് വേണം. അപ്പോൾ അതെങ്ങനെയാണ് ഈക്വലായിട്ട് കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇത് നമ്മുടെ ചോക്ലേറ്റ് കേക്കിനകത്തൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് നല്ല രീതിയിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ആദ്യം ഇതിൻ്റെ മിഡിലായിട്ട് കത്തി വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുക. അപ്പോൾ നമുക്ക് ഏകദേശം നല്ല രീതിയിൽ തന്നെ ഒരേ ലെവലിൽ നമുക്ക് മുറിച്ചെടുക്കാൻ കഴിയും. അപ്പോൾ ഒന്ന് വരഞ്ഞതിന് ശേഷം ഇതുപോലെ കണ്ടില്ലേ ത്രെഡ് നൂല് വെച്ചിട്ട് ഇതുപോലെ നമ്മൾ കത്തി കൊണ്ട് മാർക്ക് ചെയ്ത ഭാഗത്തായിട്ട് നൂല് വെച്ച് കൊടുക്കാം. എന്നിട്ട് ചെറിയൊരു നോട്ട് ഇട്ട് കൊടുത്തിട്ട് 2 സൈഡിലോട്ടേക്കായിട്ട് ഒന്നങ്ങ് വലിച്ചു കൊടുത്താൽ മതി. ഒന്ന് 2 സൈഡിലോട്ടേക്ക് ജസ്റ്റ് കണ്ടില്ലേ പ്രഷർ കൊടുത്തിട്ട് ചെറിയൊരു പ്രഷർ കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് നല്ല രീതിയിൽ ഇതൊന്ന് കട്ട് ചെയ്ത് നമ്മൾ ശരിക്കും നല്ല ലെവലായിട്ട് നമുക്കിത് മുറിച്ചെടുക്കാൻ കഴിയും. അപ്പോൾ മുറിച്ച് കിട്ടിയിട്ടുള്ള 2 പീസ് ഞാനൊന്ന് കാണിച്ചു തരാം. ലെയേഴ്സ് ഒന്ന് കാണിച്ചു തരാം. നമ്മുടെ കേക്ക് കണ്ടില്ലേ എത്രത്തോളം സോഫ്റ്റാണ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. അതുപോലെ നിങ്ങൾ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കേക്കാണെങ്കിൽ ഇതിൻ്റെ സൈഡ് പോർഷനൊക്കെ കട്ട് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ വീട്ടിലേക്ക് വേണ്ടിയിട്ടുള്ളതുകൊണ്ട് ഞാൻ അതൊന്നും ചെയ്തെടുക്കുന്നില്ല. അപ്പോൾ ഒരു 10 മിനിറ്റ് നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെച്ച് റെസ്റ്റ് ചെയ്തപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ഗനാഷിൻ്റെ ഒരു പാകം കണ്ടോ നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടണം. എന്നാൽ മാത്രമേ നമുക്ക് ഐസിങ് ചെയ്യുന്ന സമയത്ത് കേക്കിനിടയിലുള്ള ആ ഒരു ഫില്ലിങ്സ് ആയിട്ട് നമുക്കിത് ചെയ്തെടുക്കാൻ കഴിയുള്ളൂ. കാരണം നമ്മൾ ഇതിനകത്ത് വിപ്ഡ് ക്രീം ഒന്നും ഉപയോഗിക്കുന്നില്ല. ഈ ഒരു രീതി വെച്ചിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ കേക്ക് ഐസിങ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ ടേൺ ടേബിൾ കയ്യിലില്ലാത്തവർ ഹോം മെയ്ഡ് ടേൺ ടേബിളിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കുക. അതിനകത്തൊന്ന് നോക്കിയാൽ മതി. ഒരു ഇത്തിരി നമ്മുടെ ചോക്ലേറ്റ് ഗനാഷ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ലെയർ കണ്ടോ, ഇത് ഞാൻ മുകൾ ഭാഗത്തുനിന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ആ ഒരു ലെയർ ഒന്ന് കട്ട് ചെയ്ത് ലെവൽ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ സൈഡ് പോർഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കട്ട് ചെയ്തിട്ടൊക്കെ റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഇനി ഷുഗർ സിറപ്പിൽ നന്നായിട്ട് തന്നെ സോക്ക് ചെയ്തെടുക്കുക. നമ്മൾ കേക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് ഷുഗർ സിറപ്പ് നല്ല രീതിയിൽ പഞ്ചസാരയും വെള്ളം കൂടിയുള്ള മിക്സാണ്. അപ്പോൾ അതൊന്ന് ചേർത്ത് നല്ലതുപോലെ ഒന്ന്
കുതിർത്തി എടുക്കുമ്പോഴാണ് നമ്മുടെ കേക്ക് ഏറ്റവും സൂപ്പർ മോയിസ്റ്റായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ കഴിയുക. അപ്പോൾ എൻ്റെ കേക്കിൻ്റെ ആ ഒരു എഡ്ജസിലൊക്കെ ഞാൻ എഡ്ജൊന്നും കട്ട് ചെയ്യാത്തതുകൊണ്ട് ആ സൈഡിൽ നന്നായിട്ട് ഷുഗർ സിറപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ചോക്ലേറ്റ് ഫില്ലിംഗ് ഉണ്ടല്ലോ, നമ്മുടെ ചോക്ലേറ്റ് ഗനാഷ് നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുള്ളത്, അത് നമുക്ക് ഇത് കണ്ടില്ലേ നല്ലതുപോലെ ഇതുപോലെ ഐസിങ് നൈഫ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം, അതല്ലെങ്കിൽ ജസ്റ്റ് സ്പൂൺ വെച്ചിട്ട് ചെയ്തെടുത്താൽ മതി. നമ്മൾ ജസ്റ്റ് മുന്നിലോട്ടും പിറകിലോട്ടും വരുന്ന രീതിയിൽ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. അത്യാവശ്യം നല്ല ഫില്ലിങ്സ് ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു മെഷർമെൻറ്റ് നല്ല രീതിയിൽ തന്നെ ഫില്ലിങ്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ടേൺ ടേബിൾ തിരിച്ചിട്ട് ഫില്ലിങ്സ് ചെയ്തതിന് ശേഷം അടുത്ത ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. നെക്സ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് ലെവൽ ചെയ്തെടുക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക. അതല്ലെങ്കിൽ നമ്മൾ ലാസ്റ്റ് കേക്ക് കംപ്ലീറ്റ് കോട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ ഇവിടെയൊക്കെ പൊങ്ങി താഴ്ന്നിട്ടൊക്കെ ആയിരിക്കും കേക്ക് കിട്ടുക. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. സെയിൽ ചെയ്യുന്നവർ അതൊക്കെ കൂടുതൽ ശ്രദ്ധ കൊടുക്കുക കേട്ടോ. അപ്പോൾ ഹോം മെയ്ഡായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ അത്രയൊന്നും പെർഫെക്ഷനിൽ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം നമുക്ക് തന്നെ കഴിക്കാനുള്ളതാണ്. അപ്പോൾ പുറത്തൊക്കെ സെയിൽ ചെയ്യുന്നവർ അതൊക്കെ കൂടുതൽ ശ്രദ്ധിച്ച് ചെയ്യാൻ നോക്കുക. അപ്പോൾ നന്നായിട്ട് ഞാൻ നെക്സ്റ്റ് ഷുഗർ സിറപ്പ് വെച്ചിട്ട് കോട്ട് ചെയ്തിട്ടുണ്ട്. വീണ്ടും നമ്മുടെ ചോക്ലേറ്റ് വെച്ചിട്ട് ഒന്ന് ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട്. ഏറ്റവും ലാസ്റ്റ് ലെയർ കൂടി നമുക്കൊന്ന് വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകൾ ഭാഗത്തും ഷുഗർ സിറപ്പ് നന്നായിട്ട് തന്നെ ഒന്ന് ടിപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കുന്ന സമയത്ത് എപ്പോഴും പഞ്ചസാരയുടെ അളവ് കൂടുതലും വെള്ളത്തിൻ്റെ അളവ് കുറവുമായിട്ട് ചെയ്തെടുക്കുമ്പോഴാണ് ഷുഗർ സിറപ്പ് ശരിക്കും നല്ല രീതിയിൽ നമുക്കൊന്ന് ചെയ്തെടുക്കാൻ കഴിയുക. അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഷുഗർ സിറപ്പ് നന്നായിട്ടൊന്ന് മുക്കിയെടുത്തതിന് ശേഷം ബാക്കി വരുന്ന ക്രീം നമുക്ക് ഇതിനകത്ത് ഫുള്ളായിട്ടൊന്ന് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഇതിൻ്റെ അഡ്ജസ്റ്റിലൊക്കെ ഒന്നുകൂടി ഒന്ന് ഷുഗർ സിറപ്പ് വെച്ച് കോട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ബാക്കി വരുന്ന ഫില്ലിങ്സ് ചെയ്തെടുക്കുന്ന സമയത്ത് ഒരിത്തിരി ക്രീം നിങ്ങളൊന്ന് മാറ്റി വെക്കാം. നമ്മുടെ ചോക്ലേറ്റ് ഗനാഷ് ഒരിത്തിരി മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് നോക്കുക. കാരണം നമ്മൾ ഒരിത്തിരി ഭാഗം ലാസ്റ്റ് ഒഴിച്ചു കൊടുക്കുക, അതുകൊണ്ട് ഒരിത്തിരി വളരെ കുറച്ച് മതി, ഒരു 1/4 കപ്പിനടുത്തൊന്ന് മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് നോക്കാം. ഇതിപ്പോൾ നമുക്ക് ശരിക്കും എല്ലാ സൈഡിലും വരുന്ന രീതിയിലൊന്ന് ഫില്ല് ചെയ്തെടുക്കാം. കറക്റ്റ് ഒന്ന് കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടി നോക്കുക. എല്ലാ സൈഡിലും മുകൾ ഭാഗത്തൊക്കെ ഒരു തിക്ക് ഫില്ലിങ്സ് തന്നെ കൊടുക്കുക. ഞാനിപ്പോൾ കണ്ടില്ലേ സൈഡ് ഭാഗത്തോട്ടൊക്കെ ചെയ്തെടുക്കുന്നതിന് വേണ്ടി സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ജസ്റ്റ് ഐസിങ് നൈഫോ അതല്ലെങ്കിൽ കത്തി വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ജസ്റ്റ് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് എല്ലാ സൈഡും ഒന്ന് ലെവൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം. നല്ല രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാനും കഴിയും. അപ്പോൾ ഓൾമോസ്റ്റ് ഞാനൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് നമുക്കൊന്ന് ഫ്രിഡ്ജിനകത്തോട്ടേക്ക് ഫ്രീസറിനകത്ത് ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ കണ്ടില്ലേ നമ്മൾ ബാക്കി വന്നിട്ടുള്ള ചോക്ലേറ്റ് ഗനാഷ് ഒരിത്തിരി ഭാഗം ഉണ്ടായിരുന്നത്, അതിലോട്ടേക്ക് ഞാനൊരു 1 ടേബിൾ സ്പൂണിനെടുത്ത് കുറച്ച് ചൂടുള്ള പാലാണ് ഒഴിച്ചു കൊടുത്തിട്ട് അതിനൊന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് വേണം നമ്മൾ തയ്യാറാക്കി, കാരണം ലാസ്റ്റ് കേക്കിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഒഴിച്ചു കൊടുക്കാനല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനേക്കാളും കുറച്ചുകൂടി ലൂസായിട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അത്യാവശ്യം കുറച്ചൊരു തിക്കായിട്ടാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ടൊരു ഗ്ലാസ്സിനകത്തോട്ടേക്ക് ഒരു പ്ലാസ്റ്റിക് കവറാണ് ഇറക്കി വെച്ചിട്ടുള്ളത്. അതിനകത്തോട്ടേക്ക് നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ഗനാഷ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് ഐസിങ് ബാഗൊക്കെ വെച്ച് ചെയ്യാം. അപ്പോൾ ഫ്രീസറിനകത്ത് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് തണുപ്പിച്ചതിന് ശേഷമുള്ള കേക്കാണ് കേട്ടോ. അപ്പോൾ ചോക്ലേറ്റ് ഗനാഷ് നല്ല ലൂസായിട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അങ്ങനെ തന്നെ അങ്ങ് ഒഴിച്ചെടുക്കാം കേട്ടോ. പക്ഷേ ഞാൻ ആ ഒരു മെത്തേഡല്ല കാണിക്കുന്നത്, ജസ്റ്റ് ഒരു ഇത്തിരി തിക്കായിട്ട് അത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഐസിങ് ബാഗിനകത്തൊക്കെ ഒഴിച്ചിട്ടൊന്ന് ഇതുപോലെ ഒന്ന് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ മുഴുവൻ ഒഴിച്ച് ഒന്ന് സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 10-15 മിനിറ്റ് കേക്ക് ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ തണുപ്പിച്ചെടുത്തിട്ടുള്ള കേക്കാണ്, ഒരു 20 മിനിറ്റ് തണുപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ഫ്ലവേഴ്സൊക്കെ വരച്ച് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അതൊന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് ഒന്ന് ജസ്റ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് അവിടെ വെച്ച് കൊടുത്തിട്ടേ ഉള്ളൂ. നമ്മുടെ സൂപ്പർ മോയിസ്ഡ് ആയിട്ടുള്ള ചോക്ലേറ്റ് ട്രഫിൾ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതുപോലെ നല്ല സോഫ്റ്റാണ്, പറഞ്ഞാൽ അത്രയധികം സോഫ്റ്റാണ്, നല്ല സ്വീറ്റ് ആയിട്ടുള്ള കേക്കാണ്. ശരിക്കും നമുക്ക് ബർത്ത്ഡേക്ക് ഉണ്ടാക്കിയെടുക്കാൻ ഏറ്റവും നല്ല ഓപ്ഷണൽ ആയിട്ടുള്ള കേക്കാണെന്ന് തന്നെ പറയാം. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അതിൻ്റെ ടെക്സ്ചർ ഞാൻ ഒന്നുകൂടി ഒന്ന് കാണിച്ചു തരാം, ഇത് എത്രത്തോളം നല്ല സോഫ്റ്റ് ആണെന്നുള്ളത്. ഒരു പീസ് നമുക്ക് ജസ്റ്റ് ഇതുപോലെ ഫോർക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ഇതിന് മുന്നേയുള്ള ചോക്ലേറ്റ് കേക്ക് ഒത്തിരി പേര് ബർത്ത്ഡേക്ക് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഈ റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും നല്ലൊരു വെറൈറ്റി ഡിഷായി കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ.